നമസ്കാരം. പ്രശാന്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ 26 വയസ്സുള്ള ഒരു യുവതി സ്വന്തം കുഞ്ഞിനെ കഴുത്ത് നെരിച്ച് കൊന്ന ശേഷം മുലയൂട്ടുമ്പോൾ ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് തെറ്റിദ്ധാരണ വരുത്തിയതായി ഒരു വാർത്ത വന്നിരുന്നു. തുടർന്നുള്ള ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അവരുടെ ഭർത്താവ് അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും അതിൽ നിന്നും അവർക്ക് 20 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് കേസാവുകയും ചെയ്തു. അപ്പോൾ അതിനെ മാധ്യമങ്ങൾ കണ്ടത് ആ 26 വയസ്സുള്ള യുവതിക്ക് 20 വയസ്സുള്ള പെൺകുട്ടിയുമായി ഉണ്ടായിരുന്ന സ്വവർഗാനുരാഗം അല്ലെങ്കിൽ സ്വവർഗരതി എന്ന നിലയ്ക്കാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ ആകണം എന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ സമൂഹം പലപ്പോഴും സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ച് വ്യക്തമായ ധാരണകളില്ലാതെ പോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. സെക്ഷുവാലിറ്റി അഥവാ സെക്ഷൽ ഓറിയന്റേഷൻ, മലയാളത്തിൽ നമുക്ക് ലൈംഗിക ആഭിമുഖ്യം എന്നൊക്കെ പറയാവുന്നത് ഒരിക്കലും ഒരു രോഗമോ ഒരു മാനസിക രോഗമോ ഒന്നും തന്നെയല്ല. അതൊരു വ്യതിയാനം മാത്രമാണ് എന്നാണ് പ്രാഥമികമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ സെക്ഷൽ ഓറിയന്റേഷനിൽ തന്നെ പല രീതിയിൽ നമുക്ക് വ്യക്തികളെ ശാസ്ത്രം തിരിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഗേ എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ പൊതുവെ പുരുഷനോട് തോന്നുന്ന സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ സ്വവർഗരതി എന്നതാണ്. സെക്ഷൽ ഓറിയന്റേഷനിൽ തന്നെ ശരിക്കും അത് റൊമാൻറ്റിക് ആവാം, ഫിസിക്കലാവാം, രണ്ടും ചേർന്നാവാം. റൊമാൻറ്റിക് ആവുന്ന ബന്ധങ്ങളിൽ സെക്സിന് ചിലപ്പോൾ ഒരു പ്രാധാന്യം ഉണ്ടായി എന്ന് വരില്ല. റൊമാൻറ്റിക് അതുകൊണ്ട് തന്നെ അത് 3 തരത്തിലാവാം. റൊമാൻറ്റിക് ആവാം, അത് ഫിസിക്കലാവാം, രണ്ടും ചേർന്ന് ഒന്നായിട്ട് വരാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഗേ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പുരുഷനോടുള്ള സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ രതിയാണ്. പക്ഷെ അങ്ങനെയല്ല. ഗേ എന്ന് പറയുന്നത് ഒരു ജെൻഡറിലുള്ള വ്യക്തിക്ക് അതേ ജെൻഡറിൽപ്പെട്ട മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന അനുരാഗം അല്ലെങ്കിൽ രതിയാണ്. പൊതുവെ നമ്മളതിനെ പുരുഷനോടുള്ള ആകർഷണം എന്ന രീതിയിൽ പറയുന്നു എന്ന് മാത്രം. മറിച്ച് സ്ത്രീക്ക് സ്ത്രീയോടുള്ള ഈ ആകർഷണത്തെ തീർച്ചയായിട്ടും ലെസ്ബിയൻ എന്ന വാക്കുകൊണ്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഗേ എന്ന് പറയുന്നത്, ലെസ്ബിയൻ എന്ന് പറയുന്നത് സെക്ഷൽ ഓറിയന്റേഷന്റെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഹെറ്ററോസെക്ഷൽ എന്ന് പറയുന്ന സാധാരണ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്ന ആൾക്കാർ. അത് ഒരു ജെൻഡറിൽപ്പെട്ട ആളിന് വിരുദ്ധമായ എതിർ ജെൻഡറിൽപ്പെട്ട ആളിനോടായിരിക്കും ഈ പറയുന്ന അനുരാഗവും രതിയും ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ വരിക എന്നുള്ളത്. അങ്ങനെ 3 പ്രധാന വിഭാഗങ്ങളാണ് ഗേ, ലെസ്ബിയൻ, ഹെറ്ററോസെക്ഷൽ എന്ന് പറയുന്നത്. ഇതല്ലാത്ത ഒരു വിഭാഗമാണ് ശരിക്കും ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ബൈസെക്ഷലിനെ കുറിച്ചുള്ള നിർവചനങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിൽ തന്നെയും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ബൈസെക്ഷൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ജെൻഡറിൽപ്പെട്ട ഒരു വ്യക്തിക്ക് അതേ ജെൻഡറിൽപ്പെട്ട വ്യക്തിയോടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട വ്യക്തിയോടോ തോന്നുന്ന ഒരു ആകർഷണം, ഫിസിക്കലോ റൊമാൻറ്റിക്കോ ആയ ആകർഷണം. സാധാരണഗതിയിൽ അല്ലാത്ത ജെൻഡറുമായിട്ടും അത് വരാം. പക്ഷെ സാധാരണഗതിയിൽ ഉദാഹരണത്തിന് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് തോന്നുന്ന അതേ ആകർഷണം മറ്റൊരു സ്ത്രീയോടും തോന്നാം. അപ്പൊ ബംഗളൂരുവിൽ സംഭവിച്ച കേസിൽ ആ സ്ത്രീ ലെസ്ബിയൻ ആയിരിക്കണമെന്ന് തന്നെയില്ല. അവരൊരു പക്ഷേ ബൈസെക്ഷൽ ആയിരുന്നിരിക്കാം. ഈ ബൈസെക്ഷൽ എന്ന് പറയുന്ന സെക്ഷൽ ഓറിയന്റേഷന് ചില അപകടങ്ങളുണ്ട്. അത് എല്ലാവർക്കും ഇല്ല, പക്ഷേ നല്ലൊരു ശതമാനത്തിനും അതുണ്ടെന്നാണ് പല രാജ്യങ്ങളിലും നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത്. ബൈസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികളുടെ മാനസിക വ്യാപാരങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. സൈക്കോളജിക്കൽ ഡിസ്ട്രസ് അവർ പ്രകടിപ്പിക്കാറുണ്ട്. അവരിൽ അമിതമായ മറ്റുള്ള ജെൻഡറുകളെ അപേക്ഷിച്ച് അവർക്ക് ഉത്കണ്ഠ, ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ തന്നെ വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവർക്കതുപോലെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരിക്കും. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത്തരം പലവിധ മാനസിക പ്രശ്നങ്ങളും ഉള്ളവരാണ് ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരിൽ നല്ലൊരു വിഭാഗവും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അത്തരം ബൈസെക്ഷലായ ഒരാളുമായിട്ട് മറ്റൊരു ജെൻഡറിൽപ്പെട്ട ആൾ, ഉദാഹരണത്തിന് ഗേ അല്ലെങ്കിൽ ഒരു ലെസ്ബിയനായ ഒരാൾ ഒരു ആകർഷണത്തിലേക്ക്, ബന്ധത്തിലേക്ക്, റൊമാൻറ്റിക്കോ അല്ലെങ്കിൽ ഫിസിക്കലോ ആയ ബന്ധത്തിലേക്ക് വരുന്നു എന്ന് കരുത്. ഈ മറ്റ് ജെൻഡറിൽപ്പെട്ട ആൾക്കാർക്ക് ബൈസെക്ഷലായ ആൾക്കാരോട് ഒരു പ്രത്യേക തരത്തിലുള്ള സമീപനമാണ്.
അവരുടെ അവർ ഓണസ്റ്റ് അല്ല എന്നാണ്. അഥവാ അവരെ വിശ്വസിക്കാൻ കഴിയില്ല, അവരെ വിശ്വസിക്കാൻ പറ്റുന്നവരല്ല, അവർ ഡെസിഷൻസ് എടുക്കാൻ കഴിവുള്ളവരല്ല എന്ന ധാരണയാണ് മറ്റ് ജെൻഡറുകൾക്ക് ബൈസെക്ഷലായ ആൾക്കാരെ പറ്റിയുള്ളത്. അപ്പൊ ഇവിടെ ഈ ബംഗളൂരുവിൽ സംഭവിച്ചത് ഒരു പക്ഷേ ഇങ്ങനെയാകാം, ഒരു സാധ്യത മാത്രമാണ്. ആ 20 വയസ്സുള്ള പെൺകുട്ടിക്ക് ഈ 26 വയസ്സുള്ള സ്ത്രീയിൽ ഒരു അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നിരിക്കാം. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് ജെൻഡറിൽപ്പെട്ട ആൾക്കാർക്ക് ബൈസെക്ഷൽ ആൾക്കാരോട് തോന്നുന്ന ഒരു അവരെ പറ്റിയുള്ള ധാരണയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 26 വയസ്സുള്ള സ്ത്രീക്ക് രണ്ടാമതൊരു കുഞ്ഞ്, അത് ആൺകുഞ്ഞാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജനിച്ചപ്പോൾ ആ ആൺകുഞ്ഞ് തങ്ങളുടെ ബന്ധത്തിന് തടസ്സമാകുമെന്ന് കരുതി അതിനെ കൊല്ലണം എന്ന് ഈ 20 വയസ്സുള്ള കുട്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ബൈസെക്ഷൽ ആയ വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആ മാനസിക വ്യാപാരം ഈ ഒരു ആവശ്യത്തിന് കീഴടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണ് ഗേ, എന്താണ് ലെസ്ബിയൻ, എന്താണ് ബൈസെക്ഷൽ, എന്താണ് എസെക്ഷൽ, അതുപോലെ നമ്മൾ എന്താണ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, LGBTQIA എന്ന ഒരു സംജ്ഞ ഉപയോഗിക്കുന്നുണ്ടല്ലോ. LGBTQIA, ലെസ്ബിയൻ, L for lesbian, G for gay, B for bisexual, LGBT, T for transgender, Q for queer, QUEER, I for intersex and A for asexual എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന വിവിധങ്ങളായ പദങ്ങൾ. ഇതിൽ ഇന്റർസെക്സ് എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഓറിയന്റേഷൻ അല്ല, അത് മറ്റൊരവസ്ഥയാണ്. ഇന്റർസെക്സിനെ കുറിച്ച് പറഞ്ഞാൽ അത് തന്നെ പറയേണ്ട ഒരു എപ്പിസോഡ്, ഒരു വീഡിയോ തന്നെ അതിന് തന്നെ വേണ്ടി വരും. എസെക്ഷൽ എന്ന് പറയുന്നതും അതുപോലെ. സാധാരണഗതിയിൽ എസെക്ഷൽ എന്ന് പറയുമ്പോൾ അവർക്ക് സെക്സിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അതിൽ ചെറിയൊരു ശതമാനത്തിന് സെക്സിനോട് ചെറുതായൊരു താല്പര്യം ഉണ്ടായിരിക്കാം. എസെക്ഷലായ ആൾക്കാരെല്ലാം സെക്സിൽ നിന്ന് മാറി നിൽക്കണം എന്നും അതിനർത്ഥമില്ല. പൊതുവിൽ എസെക്ഷൽ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേക സെക്സ് താല്പര്യം ഇല്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, സെക്ഷുവാലിറ്റി, അതുപോലെ അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ, ലൈംഗിക ആഭിമുഖ്യം, ലൈംഗിക വ്യക്തിത്വം, ലൈംഗിക സ്വത്വം, ഇതൊക്കെ തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റും, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുകയുള്ളൂ. വ്യക്തമായ സമയത്ത് മെഡിക്കൽ ഉപദേശങ്ങൾ തേടാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ വിദഗ്ധ ഉപദേശം തേടാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അതിനനുസരിച്ച് നമ്മുടെ ചിന്താ രീതികളെ മാറ്റാൻ ശ്രമിക്കാം. എന്തായാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, സെക്ഷൽ ഓറിയന്റേഷൻ എന്നത് ഒരു മാനസിക രോഗമോ ഒരു രോഗമോ ഒന്നും തന്നെയല്ല. അതൊരു വ്യതിയാനമാണ്. അത് ആരുടെയും ഒരു കുറ്റമല്ല, ഒരു അപരാധവുമല്ല. അവരെ നമുക്ക് ഒഴിച്ചു നിർത്തേണ്ട ഒരു വിഭാഗവുമല്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക, അതിനനുസരിച്ചുള്ള നടപടികൾ നമുക്ക് കൈക്കൊള്ളാം. നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും.